സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതിനു മുന്നേ ഒരുപാട് കമൻസുകളൊക്കെ നമ്മുടെ ആ വീഡിയോക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്താ ദിലീപിൻ്റെ ആളാണോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ദിലീപിൻ്റെ ആളാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ദിലീപിൻ്റെ അടുത്ത് ഞാൻ കഥ പറയാൻ വേണ്ടി പോയിട്ടുണ്ട്. മറ്റേ മുന്നത്തെ ഒരു സംവിധായകൻ ഇതുപോലെ ഇതിനകത്ത് പറഞ്ഞതുപോലെ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമ്മളങ്ങനെയൊന്നും പോകുന്ന ആളല്ലാത്തതുകൊണ്ട് നമുക്കറിയാം ഒരു ആർട്ടിസ്റ്റിൻ്റെ അവസ്ഥ എന്താണ്. ഞാൻ കഥ പറയാൻ വേണ്ടി കാത്തിരുന്നിട്ട് എനിക്ക് കഥ പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. കുറേ സമയം വെയിറ്റ് ചെയ്ത് ഒരുപാട് ആർട്ടിസ്റ്റിലൊരു പടമായിരുന്നു. അതൊരു പാട്ട് സീൻ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലാണ് ഞാൻ പോയത്. നമുക്കറിയാൻ പറ്റും ബുദ്ധിമുട്ട്. പിന്നെ അപ്പോൾ അത് ആ ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അയാളോട് ദേഷ്യമാണ് വേണ്ടത്. കഥ കേട്ടില്ല എന്നോട് വേണം. അതെ, അല്ല, ദേഷ്യപ്പെടാൻ പാടില്ല. അപ്പോൾ അത് വേറെ കാര്യം, അത് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. നമ്മളൊരിക്കലും ദിലീപിനെ ന്യായീകരിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല ഇത് ചെയ്തത് പ്രോഗ്രാം. പിന്നെ സത്യമായിട്ട് അറിയണം. കോടതിയിലാണല്ലോ അവസാനം ഇത്. അങ്ങനെ ആ ഒരു കാര്യം കോടതി വിധിയെ പറ്റി മാത്രം ചർച്ച ചെയ്യുന്നു. അതെ, വേറൊന്നുമില്ല. പിന്നെ ഇതിൽ കുറേ സംശയങ്ങൾ. ഇപ്പൊ ഈ കോടതി വിധി വന്നതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്ന സംശയമാണ് കേട്ടോ. അതായത് പിന്നെ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രധാനമായിട്ടുള്ള കാരണം. ഇതിലെ ഒന്നാം പ്രതി എന്ന് പറയുന്ന കക്ഷി ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ്. ഇതുപോലെ സിനിമാ ബന്ധമായിട്ട് പല ആർട്ടിസ്റ്റുകളുടെ അടുത്തും വളരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൂഢാലോചന ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ട്. ആരാണ്? ആ പ്രതി തന്നെയായിരിക്കും. ആ പ്രതിയും പിന്നെ അദ്ദേഹം ബന്ധപ്പെട്ടു എന്ന് പറയുന്ന ഏതോ ഒരു മേഡത്തിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ വിശദമായിട്ട് അന്വേഷണമായിട്ട് അറിയുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഗൂഢാലോചന, അതായത് ഇങ്ങനെ ഒരു ഇത് സംഭവം എടുത്ത് വീഡിയോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് അടിച്ച് മാറ്റാനുള്ള ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ട്. അവിടെ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ നടനോട് ദേഷ്യമുള്ള ആരെങ്കിലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അന്വേഷണത്തിൽ വരണ്ട. ഇതൊന്നും നമ്മുടെ കഴിഞ്ഞതിൽ നിന്ന് അന്വേഷണത്തിൽ വന്നിട്ടായി അറിയില്ല. ഇനിയിപ്പോൾ അത് CBI അല്ല അതുപോലെ മേൽക്കോടതിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നടന്റെ ഭാഗത്ത് നിന്നുള്ള ചിലപ്പോൾ നീക്കങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വന്നേക്കാം. ഈ ഗൂഢാലോചന ഇപ്പൊ ദിലീപിന്റെ ഭാഗത്ത് ഗൂഢാലോചന ഇല്ലാന്ന് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പൊ അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇപ്പോൾ നമ്മുടെ ഇതിപ്പോ ഈ കേസ് ഇപ്പൊ ഇവിടെ അടുത്തിന് ഹൈക്കോടതിയിൽ പോവാണ്, സുപ്രീം കോടതിയിൽ പോകും അല്ലേ? തീർച്ചയായിട്ടും പോകും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ ജില്ലാ കോടതിയാണല്ലോ അല്ലെ വിധി വന്നിരിക്കുന്നത്? ജില്ലാ കോടതി, സെഷൻസ് കോടതി. ജഡ്ജ് ജില്ലാ ജഡ്ജ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു. ജില്ലാ കോടതി എന്നുള്ള വ്യത്യാസം വെച്ചാൽ സിവിൽ കേസ് കേൾക്കുമ്പോൾ ഈ കോടതി ജില്ലാ കോടതി, ക്രിമിനൽ കേസ് കേൾക്കുമ്പോൾ അതേ കോടതി സെഷൻസ് കോടതി. അങ്ങനെയാണ്. ഓക്കെ. ഇനി എൻ്റെ സംശയം, ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ചിലപ്പോൾ എൻ്റെ അറിവ് വെച്ചാൽ ഞാൻ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ വായിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള അറിവാണ്. ഈ കീഴ്ക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന തെളിവുകളെ അതുപോലെ ഇവിടെ പരിഗണിച്ചിട്ടില്ല എന്ന് ഭാഗം പറയുന്ന തെളിവുകളും അത് മാത്രവും പിന്നെ ഈ നടന്ന സംഭവങ്ങൾ മാത്രമാണ് ഈ ഹൈക്കോടതിയിൽ ഈ ചർച്ചകൾ നടത്തുന്നതും. അല്ല, ചർച്ചയല്ല അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ചർച്ചയല്ല ഞാൻ പറഞ്ഞ വാദം നടത്തുന്നു. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ നമ്മളെ കീഴ്ക്കോടതി പോലെ ഒരു ക്രോസ് വിസ്താരമോ ഇതൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് സംശയം. അപ്പോൾ അങ്ങനെ ഉണ്ടോ? അതുമല്ല, ഇനിയിപ്പോൾ താഴത്തെ കോടതിയിൽ ഹാജരാക്കാത്ത തെളിവുകളൊന്നും അവിടെ മേൽക്കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല എന്നും പറയുന്നത് കേട്ടു. അങ്ങനെ പിന്നെ പുതിയ തെളിവുകൾ ഹാജരാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള തെളിവുകൾ അതിൽ പരിഗണിക്കാതെ, അതായത് വേണ്ട രീതിയിൽ കീഴ്ക്കോടതി പരിഗണിക്കാത്ത തെളിവുകൾ വേണമെങ്കിൽ ഹൈക്കോടതിയോട് പരിഗണിച്ചിട്ട് ഇത് ഇയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിപ്പിക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ ഈ ഹൈക്കോടതിയിൽ അതിലപ്പുറത്തേക്ക് ഈ താഴത്തെ കോടതിയിൽ കാണും അപ്പുറത്തേക്ക് വേറെന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങളോ വേറെന്തെങ്കിലും സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിനോട് ഒരാൾ രസകരമായിട്ട് ചോദിച്ചു, സാറേ ഇനി ഹൈക്കോടതിയിൽ വാദപ്രതിവാദം ഒന്നും ഇല്ലല്ലോ. അപ്പം സത്യത്തിൽ അങ്ങനെയല്ല, ഹൈക്കോടതി വാദപ്രതിവാദമേ ഉള്ളൂ. ഇതാണ് ഹൈക്കോടതിയും അല്ലെങ്കിൽ അപ്പീൽ കോടതിയും വിസ്താര കോടതി അല്ലെങ്കിൽ ട്രയൽ കോടതി തമ്മിലൊരു പ്രധാനമായ വ്യത്യാസം. ഈ നിയമത്തിൽ അപ്പീൽ കോടതിയുടെയും ട്രയൽ കോടതിയുടെയും അധികാരം തുല്യമാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം, അപ്പീൽ കോടതിയിൽ തെളിവെടുപ്പില്ല. തെളിവെടുപ്പ് ട്രയൽ കോർട്ടിൽ മാത്രം. അതാണ് ഈ ക്രോസ് വിസ്താരം ഒന്നും ഇല്ലല്ലോ ചോദിക്കുന്ന കാര്യം. അത് സാധാരണഗതിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതി സാധാരണഗതിയിൽ വാദപ്രതിവാദമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ശരിയല്ല. ഹൈക്കോടതിക്ക് വേണമെങ്കിൽ തെളിവെടുക്കാം.
അപ്പം തെളിവെടുപ്പില്ല എന്നുള്ളതല്ല, തെളിവെടുക്കാം. പക്ഷേ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും അല്ലെ അപ്പീൽ കോടതി ഒരു പ്രധാനമായ വ്യത്യാസം, കീഴ്ക്കോടതിയിൽ നമുക്ക് അവകാശമായി ആസ് ഓഫ് റൈറ്റ് എവിഡൻസ് ക്യാൻ ബി അഡ്യൂസ്ഡ് ബോത്ത് ബൈ ദ പ്രോസിക്യൂഷൻ ആസ് വെൽ ആസ് ബൈ ദി ഡിഫൻസ്. അതുപോലെ അപ്പീൽ കോടതി ചെന്നിട്ട് എനിക്ക് എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ എനിക്ക് ചില കാരണങ്ങളാൽ തെളിവ് ഹാജരാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ചില തെളിവുകൾ ഹാജരാക്കിയത് കീഴ്ക്കോടതി സ്വീകരിച്ചില്ല. ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പീൽ കോടതി ഒരു ഹർജി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സംശയം, ഇനിയിപ്പോൾ പുതിയ പിന്നെ അന്വേഷണം നടത്തിയിട്ട് പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഈ ഹൈക്കോടതി കൊടുക്കാം. കാരണം അതൊരു മതിയായ കാരണമാണ്. ഈ കേസിന്റെ വിസ്താര സമയത്ത് ഈ തെളിവുകൾ ഞങ്ങളുടെ ലഭ്യമല്ലായിരുന്നു. ഇതുകൂടെ പരിഗണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായി വിധി കിട്ടിയേനെ. ആകയാൽ ബഹുമാനപ്പെട്ട അപ്പീൽ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഈ വിഷയങ്ങൾ പരിഗണിച്ച് കൂടുതലായ തെളിവ് ഹാജരാക്കാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞ് രണ്ടു കൂട്ടർക്കും, പ്രോസിക്യൂഷൻ മാത്രമല്ല ഡിഫൻസിനും ചെയ്യാം, രണ്ടുപേർക്കും ചെയ്യാം. ഇനി ഡി നോവോ ട്രയൽ എന്നൊരു സംവിധാനമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ കീഴ്ക്കോടതി നടന്ന വിസ്താരം നിയമപരമല്ല എന്ന് അപ്പീൽ കോടതിക്ക് ബോധ്യമാകുന്ന പക്ഷം ഈ മുഴുവൻ ട്രയലും അങ്ങ് വാഷ് ചെയ്തിട്ട് ഡി നോവോ ട്രയൽ ഒന്നേന്ന് പറഞ്ഞ് സാക്ഷി PW1 തൊട്ട് വിസ്താരം തുടങ്ങണമെന്നും ഹൈക്കോടതി അല്ലെങ്കിൽ അപ്പീൽ കോടതിക്ക് പറയാം. പക്ഷെ വളരെ അപൂർവമായി മാത്രമേ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അങ്ങനെയാണ് കാര്യം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനിടെ വിട്ടുപോയതാണ്. നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ലോ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഇതിലാണ്. സാറാണല്ലോ അതിൻ്റെ തുടക്കം മുതലേ നമ്മൾ ഈ നിയമപരമായിട്ടുള്ള അറിവുകൾ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. പിന്നെ നമ്മൾ അത് മാത്രമല്ല, പിന്നെ അതിൽ കുറെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഇട്ടു. ഇപ്പൊ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വിചാരിക്കാം നമ്മൾ ഈ ഒരു വിഷയം മാത്രമാണ് എടുത്തിട്ട് നിയമപരമായിട്ടല്ല, നമ്മളെ ഒരു ഇത് സംഭവം തന്നെ നിയമപരമായിട്ട് അവയർനെസ് കൊടുക്കാന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പല പ്രോഗ്രാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ബഹുമാനപ്പെട്ട പബ്ലിക്, ഞാൻ എത്രയോ ചാനൽ ചെയ്യുന്നു. ഈ ചാനലിലൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ആ പൊതുജനങ്ങളുടെ നിയമപരമായ അവബോധം ഉണ്ടായിക്കോട്ടെ എന്ന താല്പര്യത്തെ മാത്രമാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്ന് ഫോക്കസ് ചെയ്ത് ചെയ്യാറില്ല. പിന്നെ നിയമത്തിൽ തന്നെ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്, ഇഗ്നോറൻഷ്യൽ ലെജിസ് നോൺ എക്സ്ക്യൂസ് ആയിട്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് നിയമം അറിയില്ല എന്നുള്ളത് നിയമം പാലിക്കാതിരിക്കാൻ ഒരു ഒഴികഴിവല്ലാത്ത കാലം പൊതുജനങ്ങൾക്ക് നിയമത്തിന്റെ അവബോധം ഉണ്ടാകുന്ന നല്ലതല്ലേ? അങ്ങനെ അവബോധം കൊടുക്കുന്നത് എന്റെ മൗലികമായ ധർമ്മമല്ലേ എന്ന് വിചാരിച്ചു. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശം. നമ്മൾ ഇപ്പോൾ ഒരു ചാനൽ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കിന് എന്തെങ്കിലും യൂസ്ഫുൾ ആകുന്ന സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. മനസ്സിലാവില്ല. ഞാൻ അഡ്വക്കേറ്റ്സും പോലീസുകാരും പൊതുജനങ്ങൾക്ക് മാതൃകയായിരിക്കണം എന്ന അഭിപ്രായക്കാരൻ. കാരണം ഇവരെ കണ്ടാണ് പൊതുജനങ്ങൾ പഠിക്കുന്നത്. അപ്പം ഈ പോലീസുകാരും നിയമം പാലിക്കുന്നില്ല, വക്കീലന്മാരും നിയമം പാലിക്കുന്നില്ലെങ്കിൽ അത് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അപ്പം നമ്മൾ നിയമം പാലിച്ച് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാകുമെന്ന വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ മാത്രമേ ക്രോസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യങ്ങൾ വരാം. ഇതിപ്പോ ഞാൻ പറയുന്ന ഇപ്പോൾ ഈ വാദിഭാഗം ഇനി വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു, സ്വാഭാവികമായിട്ട് ഈ കേസുകൾ അവിടെ ഇതാവുന്നു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊരു CBI അന്വേഷണം വേണമെന്ന് ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന നടന് സാധിക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷനില്ല ഞാൻ ചോദിക്കുന്നത്. ഇത് ഒരുപാട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തെളിവുകൾ പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥ കാണുന്നുണ്ട് കോടതിയിൽ. അപ്പോൾ ഇത് ഒരാളെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഢാലോചന, അതായത് ഈ ഒന്നാം പ്രതിയും അല്ലെങ്കിൽ ഈ നായക നടനെ ഒടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തി. ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയുന്നത്, ഞാനൊരു സിനിമാ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ചർച്ചയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ നടി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ദർബാർ ഹാൾ ഗ്രൗണ്ടിനകത്ത് പരിപാടിയാണ്. അവിടെ ഈ പറഞ്ഞ നായക നടനും മുൻ ഭാര്യയും ഈ പറഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരുപാട് നടീനടന്മാര്, സംവിധായകന്മാര് ഒക്കെ, ഞാൻ ഫെഫ്ക മെമ്പറാണ്. അപ്പൊ ഞങ്ങൾ ആ പരിപാടിയിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളെ നായക നടൻ പറഞ്ഞ പോലെ മുൻ ഭാര്യ, നടന്റെ ഭാര്യ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നും നമ്മളൊക്കെ ഇങ്ങനെ സംശയത്തോടെ നോക്കി, ആരാണ് അദ്ദേഹത്തെ ആണ് ഉദ്ദേശിക്കുന്നതൊക്കെ നോക്കി. അത്ര വരെ ഈ ഇതിൽ പറഞ്ഞ പോലെ ഈ കക്ഷി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതിനകത്ത് വലിച്ചിഴച്ചതാണോ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത്രയും കാലം അനുഭവിച്ചല്ലോ കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു CBI അന്വേഷണത്തിലേക്ക് എങ്ങനെ ഇതിനകത്ത് ഹൈക്കോടതി ഉത്തരവിടാനുള്ള വല്ല സാധ്യത പോലെ അല്ല, ഇത് രണ്ട് വശങ്ങളാവുള്ളൂ. ഈ 8-ാം പ്രതി നടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതല്ല, ഇതിന്റെ ഈ അന്വേഷണ ഘട്ടത്തിൽ ഒരു സമയത്ത് ഈ നായകൻ നടൻ പറയുന്നത് കേട്ടോ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന്.
അതെ അതെ അല്ല അതിലൊക്കെ ഞാൻ വരുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ 8-ാം തീയതി നടന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേസ് ജയിച്ച് നിൽക്കുക. പ്രത്യേകിച്ച് ഒരു അന്വേഷണ ആവശ്യം അദ്ദേഹത്തിന് ഇപ്പം ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനി ഒന്നും വേണ്ട എന്നൊരു നിലപാടെടുക്കാം. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. മറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത്, ഞാനല്ല. കോടതി ഫൈൻഡിങ് അങ്ങനെ തന്നെയാണ്. പക്ഷേ കോടതി ഫൈൻഡിങ് 8-ാം പ്രതി നടൻ ഗൂഢാലോചന പങ്കെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നോ ഇല്ലെന്നോ കോടതി ഫൈൻഡിങ് ഇല്ല. ആ നിലയ്ക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. അതിന്റെ ഭാഗമായിട്ട് CBI അന്വേഷണം വേണമെന്നും അദ്ദേഹത്തിന് ആവശ്യപ്പെടാം. അത് അദ്ദേഹത്തിന്റെ ഓപ്ഷനാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഇപ്പറ കിടപ്പുണ്ട്. ഇവിടെ പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ പോലെ ഈ 1-ാം പ്രതിയും മറ്റ് 6 വരെയുള്ള പ്രതികളും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഫൈൻഡിങ്. അത് അവിടം വരെ ഉണ്ട്. പക്ഷേ പ്രോസിക്യൂഷൻ കേസ് അങ്ങനെയല്ല. ഈ 8-ാം പ്രതി ഉൾപ്പെടെയാണ് ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. അത് തെളിയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. അങ്ങനെ ഉണ്ട്, തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഫൈൻഡിങ് തെറ്റാണെന്ന് അപ്പീൽ കോടതി അവർക്ക് വാദിക്കാം. അതുകൊണ്ടാണ് വാദപ്രതിവാദം മാത്രമായിട്ട് അവർക്ക് ഒതുക്കാം. പക്ഷേ ഞങ്ങൾ ചില തെളിവുകൾ ഹാജരാക്കാൻ താല്പര്യപ്പെട്ടത് കീഴ്ക്കോടതി അനുവദിച്ചിട്ടില്ല എന്നുള്ളതല്ല, ഇല്ല എങ്കിൽ അങ്ങനെ ഒരു ആരോപണം അവർക്കുണ്ടെങ്കിൽ കൂടുതൽ തെളിവ് ഹാജരാക്കുന്നതിന് വേണ്ടി അവർക്ക് അപേക്ഷ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി സാക്ഷികളെ വിസ്തരിക്കാം. ഇതല്ല ഏതെങ്കിലും തെളിവ് ഹാജരാക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇനി അങ്ങനെയുള്ള സാഹചര്യം ഒന്നിൽ ഹൈക്കോടതി സാക്ഷികളെ വിസ്തരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കുന്നതിനോ നിലവിലുള്ള സാക്ഷികളെ റീകോൾ ചെയ്യുന്നതിനോ വേണമെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കോടതിക്ക് റിമാൻഡ് ചെയ്യാം. റിമാൻഡ് ചെയ്ത് ഈ നിസ്സാര കോടതിയിലേക്ക് തന്നെ വിടാം. ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഡീനോവോ ട്രയൽ വരെ വേണമെങ്കിൽ ഹൈക്കോടതി ഉത്തരവിടുന്നതിന് നിയമപരമായി പരിമിതികൾ അങ്ങനെ ഏതെങ്കിലും കേസിൽ നടത്തുന്നുണ്ട്. ഡീനോവോ ട്രയൽ ചില സമയത്ത് ഒരു ഉദാഹരണം പറയാം. ഈ കൊലക്കേസിന്റെ വിചാരണ, മർഡർ കേസ്, അത് നടത്തേണ്ടത് സെഷൻസ് കോടതിയാണ്. സെഷൻ കോടതിക്ക് അതിനുള്ള അധികാരമുള്ളൂ. അതും സെഷൻസ് എന്നുള്ള അസിസ്റ്റന്റ് സെഷൻ കോടതിക്ക് പോലും അധികാരമില്ല. സെഷൻസ് കോടതി, ജില്ലാ കോടതിക്ക് തുല്യമായ സെഷൻ കോടതിക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ഒരു മർഡർ കേസിന് ട്രയൽ മജിസ്ട്രേറ്റ് കോടതി നടത്തി അങ്ങനെ ഇരിക്കും. ആ ഒറ്റ കാരണം കൊണ്ട്, അതായത് വിചാരണ നടത്തിയ ജഡ്ജിക്ക് ഈ കേസ് വിചാരണ നടത്താനുള്ള അധികാരമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഡീനോവോ ട്രയൽ വേണേൽ അപ്പീൽ കോടതിക്ക് ഉത്തരവിടാനുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇനി വേറെ ഒരു കാര്യം, സംശയം. ഇപ്പോൾ നമ്മൾ പറയുന്നതല്ല, ഈ ഇവിടുത്തെ കോടതി അവിടുന്ന് നമ്മൾ അനുകൂലമായിട്ടുള്ള വിധി കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതി പോകും. ഹൈക്കോടതിയിൽ നിന്നും ഇതേപോലുള്ള നടന് അനുകൂലമായിട്ടുള്ള വിധിയാണെങ്കിൽ സുപ്രീം കോടതി പോകുന്നത് എന്ത് കാരണം പറഞ്ഞിട്ടായിരിക്കും പോവുക? അല്ല, കാരണം അവരാ തീരുമാനിക്കുന്നത്. കോടതി അല്ല, ഈ ഇപ്പൊ ഇത്ര വരെ പരിഗണിക്കപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെളിവുകളൊക്കെ ഇവിടെ കണ്ട് ഹാജരാക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ നിയമദോഷം കൊടുക്കാനല്ല ഇരിക്കുന്നത്, നിയമ വിശകലനം ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ ആ നിലയ്ക്ക് എനിക്ക് എന്റേതായ പരിമിതിയുണ്ട്. ഒരു പക്ഷേ ഞാൻ ഇത് കേസ് നടത്തുന്ന വക്കീലാണെങ്കിൽ ഞാൻ നിയമോപദേശം കൊടുക്കും. പക്ഷെ അത് ചാനലിലല്ല, കക്ഷികളുമായിട്ട് മാത്രമല്ല. ഞങ്ങൾ പറയാറുണ്ട്, സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോണിൽ കൂടെ അപ്പോയിന്റ്മെന്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചാനലിൽ നമ്മൾ നിയമം മാത്രമേ പറയുന്നുള്ളൂ. വ്യക്തിപരമായ അത് കാര്യങ്ങൾ അഡ്വക്കേറ്റിനെ നേരിട്ട് അത് കോൺഫിഡൻഷ്യലായിരിക്കും. പക്ഷേ ഇതിനകത്ത് ആ ഒരു ഓപ്ഷൻ അവർക്കുണ്ട്, അത് അവരുടെ നിയമമാണ്, നിയമപ്രകാരമുള്ള അവകാശമാണ്. ആ നിലയ്ക്ക് അവർക്ക് പുതിയ തെളിവ് ഹാജരാക്കണേ കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് സുപ്രീം കോടതി പോകുമ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമവശമുണ്ട്. ഭരണഘടന പ്രകാരം ഇന്ത്യയിലെ ഏത് കോടതിയുടെയും ഏത് ട്രൈബ്യൂണലിന്റെയും ഉത്തരവിനെതിരെ ഡയറക്റ്റായിട്ട് സുപ്രീം കോടതി പോകുന്ന ഒരു വ്യക്തിയുടെ അവകാശമാണ്. ഡയറക്റ്റ് അങ്ങനെ സുപ്രീം കോടതി, അതായത് ഇപ്പൊ ഒരു കീഴ്ക്കോടതി വിധി വന്നു, അപ്പീൽ കോടതി പോകാതെ വേണമെങ്കിൽ അദ്ദേഹത്തിന് സുപ്രീം കോടതി പോകാം. പക്ഷെ അതിനകത്തായ കാരണങ്ങൾ വേണം, ചുമ്മാ ഓടി ചെല്ലാൻ പറ്റില്ല. അങ്ങനെ ചെന്നൊന്നുകൊണ്ട് എന്റർടൈൻ ചെയ്യണമെന്നില്ല. അങ്ങനെ കൊടുത്താൽ സുപ്രീം കോടതിക്ക് തോന്നണം ഇതിനൊരു സ്പെഷ്യൽ ലീവ് കൊടുക്കേണ്ട കേസാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക സംസ്ഥാനത്ത് ഒരു കേസിന്റെ ട്രയൽ നടക്കും. അവിടുത്തെ ഗവൺമെന്റ് പ്രതികളെ സംരക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാദിയെ സംരക്ഷിക്കും, രണ്ട് രീതിയിലാകാം. എന്തൊരു പ്രത്യേക കാര്യം വന്നാൽ തീർച്ചയായിട്ടും അത് സുപ്രീം കോടതി നേരിട്ട് കൊടുത്തിട്ട് ഈ കോടതിയിൽ നിന്ന് മാറ്റണം, ആ ജില്ലയിൽ നിന്ന് മാറ്റണം. ജയലളിത കേസിൽ അങ്ങനെ സംഭവിച്ചു. തമിഴ്നാട്ടിൽ ഈ കേസിന്റെ വിചാരണ നടന്നാൽ ശരിയായ നീതിപൂർവമായ ഒരു വിധി വരില്ല എന്നുള്ള ഒരു ആരോപണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരേക്ക് മാറ്റി, കർണാടകയിലേക്ക് മാറ്റി. അപ്പം ഒരു ട്രയൽ കോഡ് ഉത്തരവിന് നേരെ അപ്പീൽ കൊടുക്കാൻ പാടില്ല എന്ന് ചോദിക്കാം. പക്ഷെ അതൊക്കെ വളരെ അപൂർവമായി നടക്കുന്ന കാര്യങ്ങളുള്ളൂ. സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അധികാരം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല, ജുറിഡിക്ഷൻ, അതിന്റെ നിയമപരമായ സ്കോപ്പുള്ള, അതായത് കമാൻഡ് ചെയ്ത് ഓർഡർ എന്നതല്ല, പക്ഷെ നിയമപരമായ അധികാരം, ജുറിഡിക്ഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കോടതി ഇന്ത്യൻ സുപ്രീം കോടതി, എത്രയും അധികാരം വേറെ ഒരു കോടതിക്കും ഇല്ല. അപ്പൊ ചെയ്യാവുന്ന. നമ്മളിത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ചോദിക്കുന്നത് പബ്ലിക്കിന്
പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടിക്കോട്ടെ തീർച്ചയായും. അറിയാലോ, നമ്മുടെ നിയമവശങ്ങളായിരുന്നു മുന്നേ ചർച്ച ചെയ്തെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പം ഈ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച്, ഫുൾ ബെഞ്ച്, ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ അടുത്തൊരു ബെഞ്ചിലേക്ക് ഇങ്ങനെയൊക്കെ പോകാറുള്ളൂ. അതിനെപ്പറ്റി ഒന്ന് പറയാം, അതെങ്ങനെയാണ് ഈ സംഭവിക്കുന്നത്? ഒരു തെറ്റുണ്ട്. ഈ സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. ഡിവിഷൻ ബെഞ്ച് എന്ന പ്രയോഗം കറക്റ്റാണ്. സിംഗിൾ ബെഞ്ച് എന്നല്ല പറയേണ്ടത്, സിംഗിൾ ജഡ്ജ് എന്നാണ്. സിംഗിൾ ജഡ്ജ്. കാരണം ബെഞ്ച് എന്ന വാക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ സിംഗിൾ ആയിട്ടിരിക്കുന്ന ബെഞ്ച് ആയില്ല. അപ്പൊ അതുകൊണ്ട് സിംഗിൾ ജഡ്ജ് ഡിവിഷൻ ബെഞ്ച്. പക്ഷെ ആൾക്കാർ പലപ്പോഴും ചാനൽ സിംഗിൾ ബെഞ്ചിൽ പോയി സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് കറക്റ്റ് കേട്ടിട്ടാണ് പറയുന്നത്. ഡിവിഷൻ ബെഞ്ച് കറക്റ്റാ, പക്ഷെ സിംഗിൾ ബെഞ്ച് എന്ന് പറയാൻ പാടില്ല, സിംഗിൾ ജഡ്ജ്. ഇനി ഇത് കൂടാതെ വേറെ ഉണ്ടല്ലോ ഫുൾ ബെഞ്ച് കേട്ടുണ്ട്. അത് രണ്ടിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഫുൾ ബെഞ്ച് എന്ന് പറയുള്ളൂ. 3 ചിലപ്പോൾ 5 ഒക്കെ ഫുൾ ബെഞ്ച് ആകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 2 കൂടുതൽ വരുമ്പോൾ അത് ഫുൾ ബെഞ്ച് ആകാം. ഫുൾ ബെഞ്ച് അല്ലെങ്കിൽ ലാർജർ ബെഞ്ച് എന്ന് പറയാം. ഇപ്പൊ സുപ്രീം കോടതിയിലൊക്കെ ആണെങ്കിൽ 3 ജഡ്ജ് ബെഞ്ച്, അതിന് ഫുൾ ബെഞ്ച് എന്നല്ല പറയുന്നത്, 3 ജഡ്ജ് ബെഞ്ച് എന്നാ പറയുന്നത്. ഇനി 5 ജഡ്ജ് ബെഞ്ച് സുപ്രീം കോടതി, അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ന് പറയും. അതിന് മിനിമം 5 ഭരണഘടനാ ബെഞ്ച്, അതിന് മിനിമം 5 വേണം നിർബന്ധമാണ്. പിന്നെ ഫുൾ ബെഞ്ച് എത്ര വേണേലും ആകാം. ചില സമയങ്ങളിൽ ഇപ്പൊ 7 ജഡ്ജിമാരൊക്കെ ഉള്ള ബെഞ്ച് ഉള്ള വിധി ഒരു സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. അതേ കേസ് തന്നെ, അല്ലെ അതേ ലീഗൽ പോയിന്റ് വീണ്ടും പരിഗണിക്കും. ഇതിനൊരു പുനഃപരിശോധന വേണം എന്ന് തോന്നിയത് 7 ജഡ്ജി ബെഞ്ചാണ് പരിഗണിച്ചെന്ന് ഓർക്കണം മുൻവിധി. അതിൽ കൂടുതൽ അപ്പം ഒരു മജോറിറ്റി കിട്ടാൻ വേണ്ടി 8 വെച്ചുള്ള കുഴപ്പം എന്നറിയോ, രണ്ടും തുല്യമായി കഴിഞ്ഞാൽ ഒരു തീരുമാനമാകാതെ പോകും. അതുകൊണ്ട് ഈ ഒറ്റ സംഖ്യ വരത്തക്ക രീതിയിൽ വെക്കത്തുള്ളൂ. അപ്പം 7 കഴിഞ്ഞ നേരെ 9ലേക്ക് പോകും. ഈവൻ വെക്കത്തില്ല, ഓഡ് നമ്പർ വരുള്ളൂ. അപ്പം 7-ൽ നിന്ന് എന്തെങ്കിലും കാരണവശാൽ പുനഃപരിശോധനയ്ക്ക് 9 അംഗ ബെഞ്ചിലേക്ക് പോകും. അതുപോലെ 11, 13 അംഗ ബെഞ്ച് വരെ ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞത് ഈ പിന്നെ അനുകൂലമായിട്ടുള്ള ഞാൻ നിരപരാധിയാണെന്ന് നടന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊരു വിധി വന്നു. ഇനിയിപ്പോൾ ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾക്കോ കോംപ്ലിക്കേഷനിലേക്കോ പോകാൻ അദ്ദേഹം തയ്യാറാവാതിരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് സാർ. അതൊക്കെ ഞാൻ ചോദിച്ചത് ഇപ്പൊ സാർ പറഞ്ഞത് ഞാൻ ഓൾറെഡി സെക്യൂർഡ് ആണ്, വെറുതെ ഇനിയും കൂടുതൽ ഇതിനകത്ത് പോകട്ടെ. പക്ഷെ ഇതിനകത്ത് മറ്റൊരു വശമുണ്ടല്ലോ. നടൻ നിയമം കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്നത്, അതൊക്കെ അദ്ദേഹത്തിന്റെ ഓപ്ഷൻ. അത് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റോട് ആലോചിച്ച് അദ്ദേഹം തീരുമാനിക്കും അദ്ദേഹത്തിന്റെ കാര്യം. അങ്ങനെ പോകണോ വേണ്ടതല്ലേ വേറെ എന്നുള്ളത്. ഇപ്പം പക്ഷേ ഇതിനകത്ത് പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവ് ഹാജരാക്കാൻ അപേക്ഷ കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൈക്കോടതി ചെല്ലുമ്പോൾ. കാരണം അവർക്കാണ് നീതി നിഷേധിക്കപ്പെട്ടെന്നുള്ളൊരു ആരോപണം ഉണ്ട്. നടനെ സംബന്ധിച്ചോളം ജയിച്ചു നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ കൂടുതൽ സമയത്ത് ഇത് പോകാം. അങ്ങനെ പോവുകയാണെങ്കിൽ സെക്ഷൻ 391 CRPC അനുസരിച്ച് അല്ലെങ്കിൽ 432 BNSS അനുസരിച്ച് പുതിയ ഹർജി കൊടുത്താൽ അത് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. ഹൈക്കോടതി തന്നെ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കുമോ, ആ കാര്യത്തിന് വേണ്ടി കേസ് കീഴ്ക്കോടതിലേക്ക് വിചാരണ റിമാൻഡ് ചെയ്യുമോ, ഡീനോവോ ട്രയൽ ഹൈക്കോടതി ഉത്തരവിടുമോ, നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായ ചില കാര്യങ്ങൾ. ഇപ്പോൾ അല്ല അങ്ങനെ ഇപ്പം കൂടുതൽ തെളിവ് കൊടുക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ തയ്യാറായാലും ഇപ്പോൾ ഇത് 8 വർഷക്കാലം നീണ്ടു നിന്നൊരു കേസാണ്. കൂടാതെ ഈ നടനെ അറസ്റ്റ് ചെയ്ത് 86 ദിവസത്തോളം റിമാൻഡിൽ കിടക്കും. ഈ റിമാൻഡിൽ കിടന്ന് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കൊടുക്കുന്നുള്ളൊരു സംഭവം ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നാണക്കേടാവണ്ടെന്ന് പറഞ്ഞിട്ട് 86ാമത്തെ ദിവസം മറ്റു കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണല്ലോ ജാമ്യം കിട്ടിയത്. ആ 86 ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തില് ജാമ്യം കൊടുക്കാവുന്ന രീതിയിലെ അവസ്ഥ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നില്ല. അങ്ങനെയാണോ? അല്ല, അങ്ങനല്ല. കുറ്റപത്രം കൊടുത്താലും കോടതിക്ക് വേണം ജാമ്യം കൊടുക്കാം. കുറ്റപത്രം കൊടുത്തില്ല എങ്കിൽ മാത്രമാണ് ആസ് ഓഫ് റൈറ്റ് ജാമ്യം കിട്ടുന്നത്. അപ്പൊ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കുന്നില്ലെങ്കിൽ ആസ് ഓഫ് റൈറ്റ് ദി അക്യൂസ് വിൽ ഗെറ്റ് ബെയിൽ, അപേക്ഷ കൊടുത്താൽ. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നും പറഞ്ഞ് കുറ്റപത്രം കൊടുത്താൽ ആകണമെന്നില്ല. ചില കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ 90 ദിവസം കുറ്റപത്രം കൊടുക്കും, പിന്നെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന അവകാശം അങ്ങ് പോയി. അത് കാരണം ജാമ്യം കിട്ടാതെ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ എത്രയോ പേരുടെ കാര്യങ്ങൾ എനിക്ക് 90 ദിവസം കഴിഞ്ഞിട്ടും ജാമ്യം കിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? 90 ദിവസം കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡിഫാൾട്ട് ബിൽ എന്ന കൺസെപ്റ്റ് അങ്ങ് പോയി. ഈ കേസിനകത്ത് ഇപ്പൊ കുറ്റപത്രം കൊടുത്തല്ലോ, കൊടുത്തപ്പോ കോടതിക്ക് കൊടുത്തപ്പോഴും കൊടുക്കാമെന്ന് തോന്നി കൊടുക്കാം. പക്ഷേ
കൊടുത്തില്ലെങ്കിൽ പ്രതിക്ക് അവകാശം ഒന്നുമില്ലെങ്കിൽ കിട്ടും. 90 അതുകൊണ്ട് അത് കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ 90 ദിവസത്തിൽ തന്നെ അത് കൊടുക്കാനായിട്ട് ചില കേസുകളിൽ ശ്രമിക്കാറുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, അപ്പൊ ആ 90 ദിവസം അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇതിങ്ങനെ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്ന് തെളിവുകൾ ഹാജരാക്കി തെളിവെടുപ്പ് നടത്തി പല പത്രമാധ്യമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പല ആരോപണം കണ്ടു. പക്ഷെ ഇതൊന്നും കോടതിയിൽ തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 8 വർഷക്കാലമായിട്ട് ചെയ്യാൻ പറ്റാതെ ഇപ്പൊ വിധി പ്രതികൂലമായിട്ട് വന്ന പ്രോസിക്യൂഷൻ ഇനിയിപ്പോ പുതിയ എന്ത് തെളിവ് കൊണ്ട് ഹാജരാക്കുന്നതാണ്? അല്ല, അതൊന്നും നമുക്ക് മുൻകൂട്ടി കാര്യമുണ്ടോ? കോടതി സംഭവിച്ചു. അത് നിങ്ങൾ സാധാരണ ഇതിപ്പോ ഒരു മാസങ്ങൾക്കുള്ളിലോ വർഷത്തിനുള്ളിലോ തീരുന്ന ഒരു കേസായിരുന്നെങ്കിൽ സമയം കിട്ടിയില്ല. ചില കേസുകളൊക്കെ ചിലപ്പോ ഡിജിറ്റൽ തെളിവുകൾ മറ്റേ കുറച്ച് കോംപ്ലിക്കേഷൻ എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ ഇതിനകത്ത് എന്തായിരിക്കും ചോദ്യം? നിങ്ങൾ സാധാരണക്കാരന്റെ അതിനകത്ത് സാധാരണക്കാരൻ കോടതി നമ്മളൊരു മെയിൻ വ്യത്യാസം. അല്ല, ഞാൻ ചോദിക്കുന്നത് സാർ, ഇനിയിപ്പോ ഹൈക്കോടതിയിൽ നമ്മളിങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവുകൾ കൊണ്ട് ഹാജരാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അല്ല, അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലീഗൽ പോയിന്റ് പറഞ്ഞു തരിക. ഈ സാധാരണക്കാരും കോടതിക്ക് അത് വക്കീൽ ജഡ്ജിമാരാണ് പ്രധാനപ്പെട്ടത്. ഇത് നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞത് സാധാരണക്കാരുടെ ഒരു മുൻവിധി ഉണ്ടാവാം, കോടതി മുൻവിധി പാടില്ല. അത് നിയമം മൂലം വെക്കിയിരിക്കുന്നത്. ചില കേസുകളിലൊക്കെ ഇപ്പം കൊലക്കേസ് വരെ വാദിച്ചിട്ട് തെളിവെടുക്കുന്നു, സാക്ഷികളെ വിസ്തരിക്കുന്നു, രേഖകൾ ഹാജരാക്കുന്നു, ഓരോ ഘട്ടങ്ങളാണ്. 330 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, വക്കീലന്മാർ തമ്മിൽ വാദിക്കുന്നു. ഇതുവരെ പോലും കേസിൽ വിധി എഴുതുന്ന ജഡ്ജി തൻ്റെ മൈൻഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. വേണമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് ഞാനല്ല കേസിലെ ജഡ്ജി, ഞാൻ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ വെറുതെ ഇവിടെ മുൻവിധിയോടെ സമീപിക്കാം. പക്ഷെ അങ്ങനെ പാടില്ല. പ്രീ ജഡ്ജ്മെന്റ് ഈസ് ബാഡ് ഇൻ ലോ. അപ്പം അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ വാദം കഴിഞ്ഞ് വിധി പറഞ്ഞു തുടങ്ങുമ്പോൾ പോലും ജഡ്ജി തീരുമാനിച്ചില്ലെന്ന് ലാസ്റ്റ് പാരഗ്രാഫ് വരുമ്പോഴാണ് ഈ പ്രതി ശിക്ഷിക്കണോ വേണ്ടെന്ന് ആ ജഡ്ജി പോലും തീരുമാനിക്കുന്നത്. അപ്പം ഈ ട്രയലും നാടകവും നമ്മൾ വ്യത്യാസം എവിടെയാണ്? ഒരു സിനിമയ്ക്കുണ്ടെങ്കിൽ തിരക്കഥ ക്ലൈമാക്സ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടാവും. നാടകത്തിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ നാടകത്തിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ മുൻകൂട്ടി അറിയാം. കോടതിയിൽ ട്രയൽ വരുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ അൺസർട്ടനിറ്റി തുടരും. അതാണ് ട്രയലും ഒരു ഡ്രാമ എന്നുള്ള മെയിൻ വ്യത്യാസം. ഇതേ പ്രിൻസിപ്പിൾ അപ്പീൽ കോടതിക്കും ബാധകമാണ്. അപ്പീൽ കോടതി മുൻവിധിയോടെ സമീപിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു. ദി ജുറിഡിക്ഷൻ ഓഫ് ദി അപ്പീലേറ്റ് കോർട്ട് ഈസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദി ട്രയൽ കോർട്ട്. ദി അപ്പീലേറ്റ് കോർട്ട് ഷുഡ് അറൈവ് അറ്റ് ആൻ ഇൻഡിപെൻഡന്റ് കൺക്ലൂഷൻ ആഫ്റ്റർ റീ അപ്രീഷിയേറ്റിംഗ് എവിഡൻസ്. അത് ഒരു നിയമത്തിന്റെ പ്രിൻസിപ്പിൾ. അതായത് കീഴ്ക്കോടതി എന്തും പറയട്ടെ, ഇപ്പം നടനെ വെറുതെ വിട്ടു, മറ്റുള്ളവരെ ശിക്ഷിച്ചു, അതൊന്നും അപ്പീൽ കോടതിക്ക് ബാധകമേ അല്ല. അതൊന്നും നോക്കാനേ പാടില്ല. അപ്പീൽ കോടതി എന്താ ചെയ്യേണ്ടത്? വീണ്ടും തെളിവുകൾ പുനഃപരിശോധിക്കുക, കൂടുതൽ തെളിവ് ഹാജരാക്കാൻ അവസരം കൊടുക്കണമെങ്കിൽ കൊടുക്കുക എന്നതിന് ശേഷം ഇതേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിസ്താര കോടതി ഒരു വിധി പറയുന്നതിന് മുമ്പ് എന്തെല്ലാം തീരുമാനങ്ങളുടെ തുറന്നു പോയോ അതെല്ലാം അണ്ടർഗോയി തെളിവെടുക്കൽ മാത്രം ഓപ്ഷണൽ എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടിട്ട് ഒരു ഇൻഡിപെൻഡന്റ് കൺക്ലൂഷൻ എടുക്കുക. അതൊരു പക്ഷേ കീഴ്ക്കോടതി വിധി ശരിവെക്കുന്നതാവാം, വേറെ ആവാം. അല്ലാതെ ഈ വിധി നോക്കിയിട്ട് വായിച്ചു നോക്കി ശരിയാണോ തെറ്റാണോ നോക്കുക അല്ല അപ്പീൽ കോടതി ചെയ്യുന്നത്. അപ്പീൽ കോടതി ആദ്യമേ തൊട്ട് മുഴുവൻ നോക്കും. ഒറ്റ കാര്യമുള്ളൂ, സാക്ഷി വിസ്താരം തെളിവെടുപ്പും സാധാരണ ഇതിൽ ഉണ്ടാവത്തില്ല. പക്ഷെ ഈ തെളിവ് മുഴുവൻ റീഅപ്രീഷിയേറ്റ് ചെയ്യും. എന്നതിന് ശേഷം കോടതി അപ്പീൽ കോടതി തീരുമാനം എടുക്കും. ആ തീരുമാനം എടുക്കും കീഴ്ക്കോടതി വിധി എന്താണെന്ന് നോക്കുന്ന പോലും ഇല്ല. പുതിയ സാക്ഷികളെ ഇനി ഉൾപ്പെടുത്താൻ പറ്റുമോ? ഉണ്ട്, ഓപ്ഷണലാണ്. അത് ഞാൻ 391 പ്രത്യേക പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അപ്പീൽ കോടതി ബോധ്യമാകുകയാണെങ്കിൽ എടുക്കാം. അതൊന്ന്. ഇനി അതില്ലെന്ന് തന്നെ വിചാരിക്കുക, ഈ തെളിവ് ഉള്ള തെളിവുണ്ടല്ലോ, ഇത് മുഴുവൻ റീഅപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം എടുക്കുന്ന അവസ്ഥയിൽ കീഴ്ക്കോടതി വിധി എന്താന്ന് പോലും നോക്കത്തില്ല. അങ്ങനെ എടുക്കുന്ന വിധി ഒരു പക്ഷേ കീഴ്ക്കോടതി വിധിയോട് കൺകർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അത് സെറ്റിസൈഡ് ചെയ്യുന്നതാവാം. അപ്പൊ അത്രയും വൈഡാണ് ഒരു അപ്പീൽ കോടതിയുടെ അധികാരം. അപ്പൊ ഈ ഹൈക്കോർട്ടിൽ ആദ്യം ഇത് സിംഗിൾ ജഡ്ജ് ആയിരിക്കും ഈ കേസ് ആദ്യം പരിഗണിക്കുക? അല്ല, അവിടെ വ്യത്യാസമുണ്ട്. ഈ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, അതിന് മുകളിലുള്ള ശിക്ഷകൾ, ഇത്രയുള്ള അത്രയും കഠിന ശിക്ഷയുള്ള കേസുകൾ ഡിവിഷൻ ബെഞ്ചിലേ പോകും. അപ്പം ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് കിട്ടാവുന്നതോ അതിന് കൂടുതൽ വധശിക്ഷ കിട്ടാവുന്നതായ കേസുകൾ ഡിവിഷൻ ബെഞ്ചെ പരിഗണിക്കാവൂ എന്ന് നിയമത്തിലുണ്ട്. ഈ കേസിനത് അങ്ങനെ ഉള്ളതാണ്. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് കിട്ടാവുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് സിംഗിൾ ജഡ്ജിന് മുന്നിൽ പോകില്ല, ഡിവിഷൻ ബെഞ്ചിൽ പോകും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഹൈക്കോടതി വിധിയോടെ ഇവിടെ ആ പരിപാടി തീരും. പിന്നെ അത് പോകണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക്. അതാണ്. ഇനി ഹൈക്കോടതിയിൽ വേറൊരു അപ്പീൽ വരാൻ പോകുന്നില്ല, സുപ്രീം കോടതി മാത്രമേ. ശിക്ഷയുടെ അളവ് അനുസരിച്ചാണ് ഇത് ശിക്ഷിക്കാവുന്ന. 7 വർഷത്തെ കൂടുതലാണോ ഈ പറഞ്ഞ ഇംപ്രിസൺമെന്റ് മറ്റേ ലൈഫ്?
അല്ല, ശിക്ഷാവിധി നിയമത്തിൽ തന്നെ ഒരു കുറ്റം പറയുമ്പോൾ അതിന്റെ ശിക്ഷ എന്താണെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ശിക്ഷ നോക്കുമ്പോൾ ജീവപര്യന്തം തടവ് കിട്ടാവുന്ന വിധിച്ചിട്ടുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇല്ല, സാറ് ഇപ്പൊ പറഞ്ഞില്ലേ ജീവപര്യന്തം ശിക്ഷ എന്ന് പറയാൻ ഈ 7 വർഷത്തിന് കീഴെയുള്ളതായിരിക്കും അല്ലേ സിംഗിൾ ജഡ്ജിലേക്ക് പോകുന്നത്? അല്ല, അങ്ങനെയല്ല. അല്ല, ഈ 7 വർഷം വരെയുള്ള ജില്ലാ കോടതിക്ക് അതിനെ മുകളിൽ വരുമ്പോഴത്തേക്ക് ഹൈക്കോടതിക്ക് പോകും. ഹൈക്കോടതിയിലെ ഈ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് പറഞ്ഞത് 7 വർഷത്തിൽ കുറവുള്ളതാണോ സിംഗിൾ? 7 എന്നുള്ളൊരു അവിടെ ഇല്ല. 10 ആണെങ്കിലും സിംഗിൾ ജഡ്ജിന് പോവാം. അങ്ങനെയുണ്ട്. അത് കുഴപ്പമില്ല. അല്ല, അപ്പൊ പിന്നെ ഇനി ഒരു കാര്യമുണ്ട്. 7 വർഷം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ശിക്ഷ എത്ര വർഷം? 7, 8 ആവോ, 9 ആവാം. അങ്ങനെ വർഷങ്ങളുണ്ട്. ഇത്രേ ഉള്ളൂ. അതിന് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം. മനസ്സിലായി. അതിൽ താഴെയുള്ളത് 50 വർഷം ജീവപര്യന്തത്തിൽ തന്നെ ഇപ്പൊ ഒരു സംഭവം പറഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞാൽ ജീവപര്യന്തം എന്നുള്ള കേസ്. ശരിക്കും ജീവപര്യന്തം എന്നാൽ ജീവിതകാലം മുഴുവൻ അകത്ത് അങ്ങനെയാണല്ലോ. പണ്ട് 10 വർഷം എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പം 16 എന്ന് പറഞ്ഞു, ചിലത് 14 എന്ന് പറഞ്ഞു. അതുള്ളൂ. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം തന്നെയാണ്. പിന്നെന്താ ഈ 14 വർഷം കഴിയുമ്പോൾ? അല്ല, ഒരു വ്യത്യാസമുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നിയമത്തില് ഗവൺമെന്റ് ഒരു പ്രതിയുടെ നല്ല നടപ്പ് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയുടെ നല്ല നടപ്പ് കണ്ടിട്ട് ഒരു ജയിലിലെ അന്തേവാസി കണ്ടിട്ട് അദ്ദേഹത്തിന് ശിക്ഷ കുറച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അധികാരമുണ്ട്. കോടതി ശിക്ഷിച്ചാലും ഗവൺമെന്റിനും രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒക്കെ വേണമെങ്കിൽ ശിക്ഷ കുറച്ച് കൊടുക്കാം. ഇപ്പം ദയാഹർജി കൊടുക്കാന്ന് കേട്ടില്ലേ? അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ശിക്ഷ കുറയ്ക്കാം. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ പോലും 14 താഴെ പോകരുത് എന്നുള്ള നിയമത്തിൽ വകുപ്പുള്ളത് കൊണ്ടാണ് ഈ 14 വർഷം വരുന്നത്. ഇപ്പൊ ചില കേസുകളിൽ കൊലക്കേസ് പ്രതിയാണെങ്കിലും 14 വർഷം കഴിയുമ്പോൾ പ്രതിയെ കോടതി പ്രിമച്വർ റിലീസ് നടത്തും. കോടതിയല്ല, സോറി, ഗവൺമെന്റ്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ടാണ് 14 വർഷം ഉള്ളതൊരു വ്യാഖ്യാനം വരുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. 14 വർഷം കഴിഞ്ഞിട്ട് എത്രയോ വർഷം ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ജീവപര്യന്തം വരെ തന്നെ കിടക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ 14 വർഷം കഴിഞ്ഞാൽ പുറത്ത് വിടണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. അത് ഗവൺമെന്റ് ഓപ്ഷനാണ്. അപ്പം ചില രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ വരാറുണ്ട്. ഗവൺമെന്റ് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ചില പ്രതികളെ വെറുതെ വിട്ടു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെ അല്ലാതെ ഈ 14 കഴിഞ്ഞിട്ട് ഒരു കണ്ണൂർ വനിതാ ജയിലിൽ ഒരു സ്ത്രീ കൊലക്കേസ് പ്രതിയെ 17 വർഷമായിട്ട് അവരെ വിട്ടിട്ടില്ല. എന്നിട്ട് അത് ഗവൺമെന്റിനെ പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി കേസ് കൊടുത്തു. പരിഗണിച്ചിട്ട് അവരെ റിലീസ് ചെയ്യാൻ ഉത്തരവായി. അങ്ങനെയാണ്. അതാണ് ജീവപര്യന്തം എന്ന് പറയുന്നത്. ജീവപര്യന്തം തന്നെയാണ്. ജീവപര്യന്തം തന്നെയാണ്. പിന്നെ ഞാൻ പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ 18 വയസ്സ് കഴിഞ്ഞ ഒരാളെ അല്ലേ ശരിക്ക് അല്ലേ ഒരു പ്രായപൂർത്തിയായ ഒരാളെന്നുള്ള രീതിയിൽ ശിക്ഷ കിട്ടുന്നത് 18 വയസ്സിന് ശേഷമാണല്ലോ. അല്ലേ? അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും 14 വർഷം കൊടുത്താൽ അയാളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സമയമായിരിക്കും ഈ 14 വർഷം. അല്ലേ? 18 വയസ്സിൽ ഒരു 14 വർഷം കൊടുത്താൽ അയാളുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരിക്കും. ഒരു 30 വയസ്സുകാരന് കൊടുത്താൽ ഒരു അല്ലെ ആ ഒരു സ്റ്റേജ്. അപ്പൊ ഞാൻ വിചാരിച്ചത് വേറൊരു രസകരവും അല്പം വേദനാജനകമായ ഒരു കാര്യമാണ്. ഈ ഒരു 50 60 വയസ്സുള്ള ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കുകയായിരിക്കും. പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അപ്പീൽ പീരീഡ് നടക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ വിസ്താരം നടക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് പ്രതി മരിച്ചു പോവുക. അദ്ദേഹം ശിക്ഷ കിട്ടാതെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കേസ് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് കുറ്റകൃത്യം ചെയ്ത പിന്നെ അന്ന് മുതലല്ലേ ശിക്ഷ? അല്ല, ഞാൻ നടത്തിയൊരു കേസിനകത്ത് ഒരു 60 വയസ്സ് മുകളിൽ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തെ കീഴ്ക്കോടതി ശിക്ഷിച്ചു. ഞാൻ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ ജാമ്യം കിട്ടി. കോടതി ശിക്ഷിച്ച പ്രതിയാന്ന് ഓർക്കണം. പക്ഷെ അപ്പീൽ ജാമ്യം കിട്ടുകൊണ്ട് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് കേസ് ഹൈക്കോടതി നടക്കുന്നിടയ്ക്ക് അദ്ദേഹം മരിച്ചു. അപ്പൊ അങ്ങനെ പല സംഭവങ്ങൾ. അപ്പൊ സത്യത്തിൽ അദ്ദേഹം ഒരിക്കലും ശിക്ഷ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ആക്റ്റീവ് കോടെന്ന് പറയും. ഈ പണ്ടൊരു തമാശ പറഞ്ഞല്ലേ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ എന്ത് ഇത്ര ലേറ്റായി സാറേ ഒന്ന് മോളിന്ന് വീട് കിട്ടിയാലേ കൊണ്ടുവരാൻ. അതുപോലെ അയാൾ ശിക്ഷ കൊടുക്കണമെങ്കിൽ അയാൾ കുറ്റം ചെയ്തതിനു ശേഷമല്ലേ പറ്റുള്ളൂ. അതിനകത്ത് നാച്ചുറൽ കലാമിറ്റി, ആക്ട് ഓഫ് ഗോഡ് എന്ന നിയമത്തിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. സെർട്ടൻ തിങ്സ് ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മുടെ മനുഷ്യാതീതമായ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ട് ഓഫ് ഗോഡായിട്ട് അങ്ങ് വിടുക എന്നുള്ളത് ഗവൺമെന്റ് ഒന്നും അല്ലെങ്കിൽ കോടതിക്ക് നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതങ്ങനെ വിട്ടുകളെത്തേ ഉള്ളൂ.